ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഓൺലൈൻ ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോഴാണ് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ശരിക്കും നമ്മളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട അപ്രൂവൽ UGCയുടെ അംഗീകാരവും അതുപോലെ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരവുമാണ്. അപ്പം ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാലിഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും അവിടുന്ന് ലഭിക്കുക. അപ്പം ഇത് രണ്ടും നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്സിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ മുൻപ് ഒരുപാട് വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. വെബ്സൈറ്റ്സിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു യൂണിവേഴ്സിറ്റിയുടെ നിലവാരം നോക്കുന്നതിനായിട്ട് നമുക്ക് അതിൻ്റെ NIRF റാങ്കിങ് നോക്കാം. അതുപോലെ നാക്കിൻ്റെ ഗ്രേഡ് എത്രയാണെന്ന് നോക്കാം. ഇപ്പം നാക്ക് A+ അല്ലെ A++ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റിയാണ്. അല്ലെങ്കിൽ ഒരു NIRF റാങ്കിങ് 100-നുള്ളിൽ വരുന്ന യൂണിവേഴ്സിറ്റി ആണെങ്കിലും നല്ല നിലവാരം, അതായത് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ എപ്പോഴും നോക്കുക, നമ്മൾ ചൂസ് ചെയ്യുന്ന കോഴ്സസ്, അതായത് നമ്മളിപ്പം വെറുതെ ഒരു ഡിഗ്രി അല്ലേ ഏതെങ്കിലും ഒരു കോഴ്സ് ചൂസ് ചെയ്യാമെന്ന് ചിന്തിക്കാതെ നമ്മളൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക. നമ്മുടെ അതെ, ഒരു 3 വർഷം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. സോ നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് ബെനിഫിറ്റ് ആവുന്ന, നമുക്ക് നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന നല്ല കോഴ്സസുകൾ ഓൺലൈനിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. സോ അങ്ങനെയുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും.